നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മീ മെറ്റ് മീ സിഇഒ ആൻഡ് ഫൗണ്ടർ, പേഴ്സണലൈസ്ഡ് തെറപ്യൂട്ടിക് പെർഫോമർ, ഇന്റർനാഷണൽ യോഗ ട്രെയിനർ ആൻഡ് വെൽബീയിങ് കൺസൾട്ടന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നൂതൻ മനോഹറാണ് ഒപ്പമുള്ളത്. വെൽക്കം മാം. താങ്ക് യു. ആക്ച്വലി ഞാൻ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലുപരി യു ആർ ടെഡെക്സ് സ്പീക്കർ ആൻഡ് യു ആർ ടോപ്പ് 6 വിമൻ ഇൻ വെൽനസ് ബൈ ബിസിനസ് സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ്? ഹു ഈസ് നൂതൻ മനോഹർ? ഐ തിങ്ക് ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംബഡി ഹൂ ലവ്സ് ടു ബി ഹാപ്പി ആൻഡ് ഇസ് ഓൾവേസ് ക്യൂരിയസ്. സോ either my curiosity keeps me going forward or my happiness keeps me going forward. So ഇത് രണ്ടും വിട്ടിട്ടുണ്ടാകാറില്ല. And like you said that, I do a lot of things, but the fact is in my mind എല്ലാം ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ I only do related to well-being. ബിഹേവിയറിനെ പറ്റി പഠിച്ചിരുന്നു, ബിഹേവിയറിലായിരുന്നു കുറെ വർക്ക് ഒക്കെ ചെയ്തിരുന്നത്. സോ ഐവ് ഡൺ മൈ MBA and then went on to work in consumer behavior research strategy across Asia Pacific. But then later on ഞാൻ വെൽബീയിങ്ങിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് I use the same concepts, but then I use നമ്മുടെ mind body interventions like yoga, pranayama, ഇതെല്ലാം വെച്ചിട്ട് how do you make people feel better. Likewise perfumery ചെയ്യുമ്പോഴും it is only related to well-being. So therapeutic perfumery എന്ന് പറയുമ്പോൾ it doesn't have to smell nice. Okay, it's about how it makes you feel. So if you think of me, I think of me as somebody who likes to be happy and who's always curious and would love to see others happy. So that's me. Okay. അഡ്വർടൈസിങ്, ബ്രാൻഡ് കൺസൾട്ടിങ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് താങ്കൾ എത്തിപ്പെട്ടത്? So even before brand consulting, I was working in AI. So the പണ്ട് കാലത്ത് artificial intelligence was not even a thing there. ആ സമയത്ത് I was actually interested in AI. പക്ഷെ എഐയിൽ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയതല്ല എന്ന്. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ബൈ ചാൻസ് ദാറ്റ് ഐ ഹാപ്പൻ ടു ഗോ ഇൻ ടു എൻ ആഡ് ഏജൻസി. ആൻഡ് അവിടെ ഒരു ഒഗിൽവിയുടെ ഒരു ബുക്ക് കണ്ടു, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ എം ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ്. സോ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് എ ട്രെയിനി ദേർ. ഐ വെന്റ് പാസ് ടു റൈറ്റ് മൈ CAT എക്സാം. എന്നിട്ട് പോയി മാർക്കറ്റിംഗ് പഠിച്ചു, സ്ട്രാറ്റജി പഠിച്ചു. ആൻഡ് ദെൻ ഐ വെന്റ് ആൻഡ് വർക്ക്ഡ് ഇൻ വേരിയസ് അഡ്വർടൈസിംഗ് ഏജൻസീസ്. സോ ഈവൻ ബിഫോർ വെൽബീയിങ് ദെർ വാസ് another part of say marketing, and even before that there was AI. പക്ഷേ I think നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവാറില്ല. It is always helps you evolve, to become better, to think better. So being able to successfully use all that content, and then I continue to study even now. So എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. So yes. Okay, me met me. Where do you find yourself? I think that's the name indicator, അല്ലേ? Okay, how do you find yourself? So നമ്മൾ എപ്പോഴും വിചാരിക്കും that that this is me. പക്ഷേ that me is defined by maybe people around us. Yes. Okay. If you change your situation, you might find yourself happier, maybe more passionate, or maybe more depressed. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മുടെ പേർപ്പസ് എന്താണ്, നമ്മുടെ എസെൻസ് എന്താണ്? അപ്പൊ മിക്കതും നമ്മൾ വി ഓഫൻ തിങ്ക് അബൌട്ട് വാട്ട് വി കോൾ മെമറ്റിക് ഡിസയേഴ്സ്, അല്ലെങ്കിൽ വാട്ട് വി കോൾ എക്സ്ട്രിൻസിക് ഡിസയർ. എനിക്കൊരു ജോലി വേണം, എനിക്കൊരു കാറ് വേണം, എനിക്കൊരു ഫാമിലി വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണൽ ആണ്. പക്ഷെ ഇന്റേർണലി വാട്ട് ഡു വി വോണ്ട്? ആൻഡ് വെൻ വി ഗെറ്റ് ക്ലോസർ ടു ദാറ്റ്, വി ആക്ച്വലി ബിക്കം a better person, and you feel really, really good about it. So that is me met me. അധികം ആരും കൈവെക്കാത്തൊരു മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. അതിലേക്ക് എങ്ങനെയാണ് മാം എത്തിപ്പെടുന്നത്? സത്യം പറഞ്ഞാൽ ഞാനും അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ന്യൂസ് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഈ വർഷം എന്തോ സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കിനും പേര് ബിസിനസ് വേൾഡിന്റെ ഇതിൽ കണ്ടു. So the fact is that, okay, not many people are working in wellness in terms of research, not many in terms of therapeutic perfumery, in terms of behavior. Because see, for instance, I mean, most people know me as a yoga trainer. Yes, that's a very, very beautiful part about my life. But beyond training, I mean, yoga, the idea is how do we take, say, insights from yoga, അല്ലെങ്കിൽ നമുക്കുള്ള വേദിക് വിസ്റ്റം തന്നെ എടുത്തിട്ട് എങ്ങനെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ബാക്ക് പെയിൻ കുറയ്ക്കാം, എങ്ങനെ ഹാപ്പിനെസ് കൂട്ടാം, അല്ലെങ്കിൽ എങ്ങനെ എനർജി, സ്റ്റാമിന, എൻഡ്യൂറൻസ് എങ്ങനെ കൂട്ടാം. സോ ഇത് ഫിസിക്കൽ ഓർ മെന്റൽ ഇതിലേക്ക് റിസർച്ച് ആ ഒരു ഏരിയയിൽ maybe not too many people. So possibly that's the reason why they selected, and really, really honored to be among that. And yeah, hopefully there are more, because ഇങ്ങനത്തെ ഓരോ acknowledgements, validations വരുമ്പോഴത്തേക്കിനും you feel confident in going forward. Because as an entrepreneur, often your journey is very lonely.
Okay, many times you have to hear no, many times you have to fail. Okay, ഇതെല്ലാം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നത് ഇങ്ങനത്തെ ഓരോ അക്നോളജ്മെന്റ്സും വാലിഡേഷൻസ് ഒക്കെ ആയിരിക്കും. ചിലർക്ക് യോഗ ഒരു ലൈഫ് സ്റ്റൈലാണ്, ചിലർക്ക് ദേ ആർ എക്സ്പീരിയൻസിങ് എവറി ഡേ. ഈ യോഗ വെൽനെസ് ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് മാറ്റാം എന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എവിടെയായിരുന്നു? See, that depends on how you define business. So if I may ask you, what is business according to you? എന്താണോ നമുക്ക് തോന്നുന്നത് ഒരു ബിസിനസ് ആസ്പെക്ട് ആക്കാം എന്ന് തോന്നുന്ന ഒരു ചെറിയ സാധനത്തിൽ പോലും നമുക്ക് ബിസിനസ് കണ്ടെത്താൻ സാധിക്കും. See, because I don't think of it as business. Okay, see, I'm a reluctant entrepreneur. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ വേറെ ആർക്കെങ്കിലും വർക്ക് ചെയ്യും. പക്ഷേ ദ കൈൻഡ് ഓഫ് കണ്ടന്റ് ഐ വോണ്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ക്രിയേറ്റ് അതിനുവേണ്ടി ആരും ചോദിച്ചു വരാറില്ല. പക്ഷെ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഐ എം മോർ ദാൻ ഹാപ്പി ടു വർക്ക് ഫോർ സംബഡി എൽസ്. ബട്ട് when it comes to creating something and giving it out, so business എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ സ്ട്രെസ് ഇല്ലാത്തൊരു വേൾഡിന് സ്ട്രെസ്സിന് റിലേറ്റഡ് കണ്ടന്റിന് ആവശ്യമില്ല. പക്ഷെ ഈ കണ്ടന്റ് എപ്പോഴാണ് നല്ല കണ്ടന്റ് ആകുക, അതിനു വേണ്ടി റിസർച്ച് വേണം. ടു ബി ഓണസ്റ്റ്, ലൈക്ക് ഫോർ ഇയേഴ്സ് ഞാൻ കുറെ പേരുടെ ഇടയ്ക്ക് കാല് പിടിച്ചിട്ടുണ്ട്, റിസർച്ചിന്റെ ഞാൻ ഡേറ്റ കൊണ്ട് തരാം, ഒന്ന് ചെയ്തു തരുമോ. പക്ഷെ ആർക്കും താല്പര്യം ഉണ്ടാവാറില്ല. ഓക്കെ, finally somebody has to do it because it takes a lot of money. To do a proper research to get published in papers and all that, it takes a lot of work. Likewise, ipo chela perfumery de concepts enna njan cheyidittu enikku adu research cheyanalla what do I say bandwidth undavilla. So I'll have to depend on somebody. Now if I had the money, I didn't have to worry about all this. So the thing is that to create something of value, somebody has to have a need and somebody has to be willing to pay for it. Okay, only then can it sustain. So നമ്മളിപ്പം യോഗ ഓർ വെൽബീയിങ് ഹാസ് ബിക്കം എ $1 trillion ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലല്ല. ഓക്കെ, ഇന്ത്യയിൽ സാഡ്ലി ഇറ്റ് ഇസ് സ്റ്റിൽ സ്കിൻ നന്നാനും നടി കുറയാനും ഒക്കെ മാത്രമേ ആൾക്കാർ നോക്കാറുള്ളൂ. ബട്ട് ഇൻ ടേംസ് ഓഫ് ട്രീറ്റ്മെന്റ്, how do we go about it? So then you have to think in terms of maybe commercially viable ആണോ. Okay, because unfortunately when we use the term business, it often means something very negative. But the fact is you're doing something for somebody's good. But then it can't be that ചെയ്യുന്ന ആള് അത് കാരണം എന്താണ് സപ്പോർട്ടഡ് ആകാണ്ടിരിക്കണം. ഇപ്പൊ എനിക്കിപ്പോ ഇഫ് ഐ ഹാവ് ടു ഹയർ റിസർച്ചേഴ്സ് ടു പേ ദം, റൈറ്റ്? അവരിപ്പോ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വെൽബീയിങ്ങിൽ വർക്ക് ചെയ്യുന്നു, നല്ലൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാരണം ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർക്ക് കാശൊന്നും കിട്ടാണ്ടിരിക്കുക ആൻഡ് ഓൾ ദാറ്റ്. സോ ടു ബി ഏബിൾ ടു കണ്ടിന്യൂ ക്രിയേറ്റിംഗ് ക്വാളിറ്റി. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ നടന്നേക്കുന്നത്, നമ്മുടെ ഇപ്പൊ യോഗ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇസ് ആക്ച്വലി വെരി പുവർ. ഓക്കെ, ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി ആൻ ആസ്പെക്ട് വിച്ച് ഇസ് കമേഴ്ഷ്യലി വയബിൾ. നമ്മളിവിടെ ഇന്റർനാഷണൽ യോഗ ഡേക്കൊക്കെ ഒരുപാട് വലിയ സ്റ്റേജസിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പബ്ലിക്കായിട്ട് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനുശേഷം ആരും അതത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണോ? Absolutely, because if I take life very seriously and yoga is actually for life. Okay, life improve ചെയ്യണമെങ്കിൽ you can use yoga, you can use our wisdom. പക്ഷേ you have to also understand that നമ്മുടെ യോഗ സിസ്റ്റംസ് and all that were created thousands of years ago. ലൈഫ് സ്റ്റൈൽ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് എങ്ങനെ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഹാപ്പിനെസ് കൂട്ടാൻ പറ്റും, എങ്ങനെ എന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയുള്ള സിമ്പിൾ ടെക്നിക്സ് ഹാസ് ടു ബി ക്രിയേറ്റഡ്. സോ ദാറ്റ്സ് വാട്ട് ഐ ട്രൈ ടു ഡു ആൻഡ് ഹോപ്പ്ഫുള്ളി ഐ വിൽ കണ്ടിന്യൂ ടു ഡു. വെൽനെസ് എന്ന് പറയുന്ന ഒരു കാര്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഒരാൾക്ക്? സി, വെൽബീയിങ് ഇല്ലാണ്ട് വേറെ എന്താ ഉണ്ടാകുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ശരിക്കും അതിനെക്കുറിച്ച് ഇപ്പോഴും ആൾക്കാർ ബോധേഡ് അല്ല, ടു ബി ഓണസ്റ്റ് അല്ല. സോ ഇപ്പൊ നമ്മളിപ്പോ പുറത്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 60s 70s തന്നെ people started doing, so let's say jogging. അതിനു മുമ്പ് ആൾക്കാർ ആരെങ്കിലും ജോഗ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കും എന്താ പ്രശ്നം. ഓക്കെ, പക്ഷെ മനസ്സിലായി തുടങ്ങി ഫിറ്റ്നസ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂട്രീഷനിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ബട്ട് നൗ എവറിബഡി ഈസ് ഗിവിംഗ് എ ലോട്ട് മോർ ഇമ്പോർട്ടൻസ് ടു മെന്റൽ വെൽബീയിങ് ആൻഡ് ദി ഓവറോൾ വെൽബീയിങ്, ഹോളിസ്റ്റിക് ലൈഫ്. So for instance, ഈ അടുത്ത ഒരു study, I believe it was from McKinsey, it was found that 70% of people were willing to improve their well-being rather than get a raise. Okay, so that means people are shifting from എനിക്ക് കുറച്ചുകൂടെ കാശ് വേണം, പുതിയ കാറ് വാങ്ങണം, വലിയ വീട് വാങ്ങണം, from there to എനിക്ക് ഹാപ്പി ആവണം, എനിക്ക് നല്ലൊരു ലൈഫ് ജീവിക്കണം. So I would think that well-being is the most important thing.
Unfortunately, now if you take up a happiness, UN in the last happiness study, India was one of the least happy countries. If you take studies by WHO on depression, India is one of the most depressed countries. If you take sleep, an area I like to work a lot on, India is the second most sleep deprived country. അപ്പൊ അങ്ങനെ ഓരോ സ്പെസിഫിക്സ് എടുക്കുമ്പോഴത്തേക്കിനും there is a lot of problem. Okay, maybe because നമ്മൾ ആവറേജ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരിക്കും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും നല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഇത്തിരി കുറയ്ക്കാൻ നോക്കുകയാണ്. For that, I kind of try to teach. So I teach at IIM. So our management students, because after they pass out from the college institution, they are going to face a lot of stress. So എങ്ങനെ ഈ സ്ട്രെസ്സിന് റെസിലിയന്റ് ആകാൻ പറ്റും? സ്ട്രെസ് ഇല്ലാണ്ട് വരണം എന്നല്ല പറയുന്നത്, ബിക്കോസ് യു നീഡ് സ്ട്രെസ് ഇൻ ലൈഫ്. ഓക്കെ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെ റെസിലിയന്റ് ആകാൻ പറ്റും, ഫെയിലിയേഴ്സ് വരുമ്പോൾ എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ഹെൽത്തിനെ വിത്തിൻ ആർ ലിമിറ്റേഷൻസ് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെറിയ ചേഞ്ചസ് വെച്ചിട്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവൽ വി ആർ വർക്കിംഗ് വിത്ത് JIPMER, that's a medical college, because sadly the most ഇപ്പൊ നമ്മളിപ്പോ ഒരു ആവറേജ് പേഴ്സൺ ഒരു 70 years ജീവിക്കുകയാണെങ്കിൽ a doctor lives for 60 years. Okay, their stress levels are incredibly high. Even medical students' stress levels are very high. So ee oru IIM study vechittu aa data vechittu we are trying to talk to medical colleges to make sure that there are programs, customized content, so that doctors or future doctors or medical students can have a good life. They should not be the ones suffering because they are taking care of us. Okay, appo angane nammal മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്ത് പോവുക. താങ്ക്ഫുള്ളി പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പീപ്പിൾ ആർ എ ബിറ്റ് മോർ അവെയർ ദാറ്റ് ഇതൊക്കെ നമ്മൾ ശരിക്കും നോക്കണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ റാറ്റ് റേസ് എനിമോർ. ഇതെല്ലാം നോക്കണം. അപ്പൊ അത് നമ്മൾ പഠിച്ചു വരുന്നു. ആൻഡ് അതിൽ ഐ എം ഹോപ്പിംഗ് ടു കോൺട്രിബ്യൂട്ട് ആസ് മച്ച് ആസ് ഐ ക്യാൻ. ഈ പെർഫ്യൂമറി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റും നമ്മുടെ മൂഡും നമ്മുടെ മൈൻഡുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, സോ ദ തിങ് ഈസ്, നമുക്കിപ്പോ സ്ട്രെസ് വരുന്നത് could be because of something you see or hear or smell or taste. Okay, likewise relaxation can be something you see. Okay, and ഇതെല്ലാം ഇവിടെ വന്നിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരു സാധനം കാണുന്നു, അതുകൊണ്ട് റിലാക്സേഷൻ വരുന്നു. ലെറ്റ്സ് സേ ദാറ്റ്സ് യുവർ പേഴ്സൺ യു ലവ് ദ മോസ്റ്റ്. കുറെ വർഷം കഴിഞ്ഞ് അടിച്ചു വീഴിയുമ്പോഴത്തേക്കും അതേ ഫേസ് കാണുമ്പോൾ നമുക്ക് സ്ട്രെസ്സും വരുന്നു. Okay, but the thing with perfumery or rather nose olfaction എന്ന് പറയും. Okay, this is the fastest connection to your brain, quickest connection. This is connected to your limbic brain. So നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാൻ പറ്റും. അടുത്ത് തന്നെ you have your memory area, നമ്മുടെ മെമ്മറീസിനെ ട്രിഗർ ചെയ്യാൻ പറ്റും. സോ certain smells നമുക്ക് മണക്കുമ്പോൾ തന്നെ, ഫോർ ഇൻസ്റ്റൻസ് മേ ബി ചൈൽഡ്ഹുഡിലെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ടാക്കിയ പഴംപൊരി, അതൊക്കെ നമുക്ക് ഓർത്തു വരാൻ പറ്റും. Okay, അപ്പൊ that itself makes us happy. Second is that I work only on pure natural essential oils. ഈ essential oils ചില compounds, naturally occurring compounds, will affect what we call neurotransmitters. അപ്പൊ നമ്മുടെ ചിലപ്പോൾ ഡോപ്പമിൻ ലെവൽ കൂടും. അപ്പൊ നമ്മൾ we feel more excited, all that. Okay, likewise ചിലപ്പോൾ നമ്മുടെ ഹോർമോൺസിന് ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാൻ പറ്റും. ബട്ട് ആസ് എൻ ഇതിനെ നമ്മൾ മെയിൻ സ്ട്രീം മെഡിസിൻ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ബട്ട് മോർ ലൈക്ക് ഒരു സെൻസറി ഇന്റർവെൻഷൻ. മണക്കുമ്പോൾ യു ഫീൽ ബെറ്റർ. ആൻഡ് ഇതിന്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ മേ ബി സിംഗിങ് ആണ്, ഇഫ് ദാറ്റ്സ് വാട്ട് യു ലൈക്ക്, സിംഗിങ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ യു ആക്ച്വലി ഗെറ്റ് റിസൾട്ട്സ് മച്ച് ഫാസ്റ്റർ, ബെറ്റർ. വിമൻ വെൽനെസ് എന്ന് പറയുന്നത് ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ പെർഫ്യൂമറി, അതുപോലെ തന്നെ യോഗയിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഡെഫിനറ്റ്ലി കൊണ്ടുവരാൻ പറ്റും. സോ ടിപ്പിക്കലി ഇപ്പൊ ഹോർമോണൽ ചേഞ്ചസ്, ഫോർ ഇൻസ്റ്റൻസ് PCOD ഒക്കെ ആണെങ്കിൽ ടിപ്പിക്കലി ഒരു 3 months എങ്കിലും എടുക്കും. Okay, now again 1 in 5 women in India has PCOD related problems. Some say even more. Various researchers say even more. പക്ഷേ ഇതുവരെ എൻ്റെ അടുക്ക് ഒരാൾ PCOD ഉണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് പറഞ്ഞു വന്നിട്ടില്ല. എല്ലാവരും വരുന്നത് മോക്കുരു ഉണ്ട്, ഇത് മാറ്റിത്തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ മോക്കിപ്പം ഞാൻ പറയാറുണ്ട്, ഇത് മോക്കുരുവിനും കൂടുതൽ യു ഹാവ് ടു ലുക്ക് അറ്റ് ദി അണ്ടർലൈങ് തിങ്, ആൻഡ് അത് വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ. അതിനാർക്കും താല്പര്യം ഉണ്ടാകില്ല. സോ അഗൈൻ വി ഹാവ് ടു ലേൺ ടു റെസ്പെക്ട് അവർ ബോഡി. നമ്മൾ ആസ് വി ഹാവ് അഡ്വാൻസ്ഡ്, നമുക്ക് ആ ഒരു നമ്മുടെ ബയോളജീനെ നമ്മൾ ഭയങ്കരമായിട്ട് തള്ളി പറയാനുണ്ട്. ഓക്കെ, അതൊന്ന് ആക്സെപ്റ്റൻസ് അല്ല, അതിനെ നമ്മൾ നോക്കിയിട്ട് ഇഫ് യു ക്യാൻ വർക്ക് ടുഗെദർ വിത്ത് ദ ബോഡി, then it's better. So within 3 months you can actually create a lot of change using practices. And why do
പ്രോബ്ലംസ് ഹാപ്പൻ. എന്ന് വെച്ചാൽ ബോഡിയിൽ ശരിക്കും പ്രോബ്ലംസ് വരേണ്ട ആവശ്യമില്ല. വരുന്നത് നോർമലി സെഡൻറ്ററി, ദേഹം അനങ്ങാത്തത് കാരണം. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമുള്ളത് അത്രയില്ല, ന്യൂട്രീഷൻ കുഴപ്പമുണ്ടാവുമായിരിക്കാം, ദർ വിൽ ബി സ്ട്രെസ് ലെവൽസ്, റെസ്റ്റ് ആൻഡ് റിക്കവറി, സ്ലീപ്പ് ഉണ്ടാവില്ല. ഇത് 4 എല്ലാവരുടെയും ലൈഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ ചേഞ്ചസ് വരുത്തുമ്പോൾ യു ക്യാൻ ഡു എസെൻഷ്യൽ ഓയിൽസ് എടുക്കുമ്പോൾ, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ലാവൻഡർ എടുക്കുമ്പോൾ തന്നെ അതിൽ ഈസ്ട്രോജൻ റിലേറ്റഡ് കോമ്പൗണ്ട്സ് ഓൾറെഡി ഉണ്ട്. So estrogen, so that's why lavender young boys ne use cheyyirudenu parayum, because otherwise they'll end up growing breasts. Okay, young boys ne use. So oils edukkumbo angantheyum kore undu. So certain oils nammal pregnancy il parayathilla. Okay, so it could be the oils, it can be your mind, or it could be the certain breathing techniques, the interventions, the 3 minutes of practices that you do. But end of the day, it does make you feel better. Unlike many medications which give you side effects like hair loss or rashes etc., this seems to do better. പക്ഷെ എന്നും പറഞ്ഞ എല്ലാ ഓയിൽസും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ഓക്കെ, സോ ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ അതും കൂടെ അറിഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റിലേക്ക് വരുമ്പം ഇപ്പം യങ്സ്റ്റേഴ്സിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് സ്ട്രെസ് എന്നുള്ളത്. ആഫ്റ്റർ കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സൂയിസൈഡൽ ടെൻഡൻസി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചോദിക്കുകയാണെങ്കിൽ, ഇഫ് ദർ എനി വൺ മന്ത്ര to avoid stress? Wow, very difficult one. Single mantra. So I kind of have this 3-step process. For me, that is my mantra. Okay, 3-step process. One is release. Namukku stress varumbathekkum it gets stored in the body. അത് റിലീസ് ചെയ്ത് കളയണം. ആനിമൽ കിങ്ഡത്തിലെ എല്ലാ ആനിമലും സ്ട്രെസ് കഴിയുമ്പോൾ അത് മോസ്റ്റ്ലി കൊടഞ്ഞൊക്കെ കളയാറുണ്ട്. ഇപ്പൊ പട്ടി തന്നെ കുറച്ച് പൂടെയൊക്കെ പൊങ്ങി നിൽക്കും, അത് കഴിഞ്ഞിട്ട് അതിൽ കൊടഞ്ഞു കളയാറുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് ആണെങ്കിൽ ഹ്യൂജ് ആനിമൽസ്, ആഫ്റ്റർ ദേ ഫൈറ്റ് ദേ സ്റ്റാൻഡ് ആൻഡ് ജസ്റ്റ് കീപ് യോണിങ്. അവർക്ക് അധികം കൊടഞ്ഞു കളയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ഒരു ടൈഗർ ചേസസ് ഡിയർ മരിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് എഴുന്നേറ്റിട്ട് കൊടഞ്ഞു കളയാറുണ്ട്. സോ you need to release the stress that you feel. ഇത് എങ്ങനെയാ റിലീസ് ചെയ്യുന്നത്? സിഗരറ്റ് അല്ല റിലീസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ഹൗ ഡു യു റിലാക്സ്. ബോഡിയിൽ സ്ട്രെസ്സിന് റെസ്പോൺസ് ഉണ്ട്, റിലാക്സേഷന് റെസ്പോൺസ് ഉണ്ട്. റിലാക്സേഷന്റെ റെസ്പോൺസ് വിൽ ബി സ്ലോ ബ്രീത്തിങ്. ഓക്കെ, ഡൂയിങ് റൈറ്റ്. നമുക്കിപ്പോ ഒത്തിരി ഒരു ഫിസിക്കൽ ഒരു സ്ട്രെസ്ഫുൾ ഇത് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു പറയും, പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒരു പറയും, റൈറ്റ്. അങ്ങനത്തെ കുറച്ച് പ്രാക്ടീസസ് ടു റിലാക്സ്. ആൻഡ് ഫൈനലി ടു റിസ്റ്റോർ. എന്നുവെച്ചാൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കിനും ഇറ്റ്സ് എ നാച്ചുറൽ റെസ്പോൺസ്. എന്നാലും കുറെ നേരം സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് ബാഡ് ഫോർ അവർ ഹാർട്ട്, ഇറ്റ്സ് ബാഡ് ഫോർ അവർ ബോഡി. റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ദ ബെസ്റ്റ് തിങ് ഈസ് ഹഗ്സ്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു ബോഡി ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ സേഫ് ആണെങ്കിൽ, ഓക്കെ, ഇഫ് യു ഫീൽ സേഫ് അബൌട്ട് ഇറ്റ്, ഓക്സിറ്റോസിൻ ഗെറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. സോ ദെൻ യു സ്റ്റാർട്ട് റിസ്റ്റോറിങ്. സോ ഇതിനു വേണ്ടി, ആൻഡ് ഇതിൽ നമുക്ക് യോഗയിൽ വെച്ച് ചെയ്യാം, മൈൻഡ് മെഡിറ്റേഷൻസ് വെച്ചിട്ട് ചെയ്യാം, ബ്രീത്തിങ് ടെക്നിക്സ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ യോഗാസന തന്നെ നമ്മളിപ്പോ പാർട്ട്നേഴ്സ് ഒരുമിച്ചിട്ട്, ഇറ്റ് ക്യാൻ ബി സേ പേരന്റ് ആൻഡ് ചൈൽഡ്, ഇറ്റ് ക്യാൻ ബി സ്പൗസസ്, ഇറ്റ് ക്യാൻ ബി ഹൂഎവർ. ഓക്കെ, ഒരുമിച്ചിരുന്ന് ബോഡി കോണ്ടാക്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ they actually relax better. So അങ്ങനെ, so I would say my mantra is make sure you release it, you relax and you restore. So hopefully that helps.